لله في كل وقت وحين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد ما في الطريق للتعلم يسلك وإلى الجنان له الطريق السهلا. അള്ളാഹുവിൻ്റെ ഈ പരിശുദ്ധ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ദീനിന്റെ പ്രബോധന വഴികളിൽ സഞ്ചരിക്കൽ ഈ ഉമ്മത്തിന്റെ ബാധ്യതയാണ്. പ്രായത്തിലും അറിവിലും വളരെ ചെറിയവനാണ് ഞാൻ. നിങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാനും രണ്ട് വാക്ക് സംസാരിക്കാനും തൗഫീഖ് നൽകിയ ആലമിന്റെ റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ നൂറായ ഇൽമുള്ളവരോടൊപ്പം ഇരിക്കുന്നതിനെയും കേൾക്കുന്നതിനെയും പറ്റി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലൈക്കും ബിമുജാലസത്തിൽ ഉലമാ വസ്തിഅമാഇ കലാമിൽ ഹുക്മാ. അള്ളാഹുവിൻ്റെ മഅരിഫത്തുള്ള ഉലമാക്കളോടൊപ്പം ഇരിക്കുകയും അവരുടെ ആദരങ്ങളിൽ നിന്ന് വരുന്ന ഇലാഹി വിജ്ഞാനങ്ങൾ കേൾക്കുകയും ചെയ്യുക. കാരണം ജീവനറ്റ ഹൃദയത്തെ അല്ലാഹു ജീവിപ്പിക്കുന്നത് ബിനൂറിൽ ഹിക്മത്തെ ആത്മീയ വിജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ടാണ്. മഴ ലഭിക്കാതെ ഉണങ്ങിയ ഭൂമിക്ക് ബിമാഇൽ മദ്രി മഴവെള്ളം കൊണ്ട് ജീവൻ നൽകുന്നത് പോലെ അതുകൊണ്ട് എന്റെ ശരീരത്തോടും പിന്നീട് നിങ്ങളോടും ഞാൻ പറയുന്നു, റബ്ബിന്റെ വിചാരണ നേടുക തന്നെ ചെയ്യും. ഈ ഭൂമിയിലെ നിമിഷ കാലയളവിൽ റബ്ബിന്റെ തൃപ്തിയിൽ അമൽ ചെയ്യാൻ തൗഫീഖ് ലഭിച്ചാൽ അവൻ ഭാഗ്യവാനാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ ദഖല ഖബറ ബിലാ സാദിൻ, ഖബറിൽ വിജയിക്കാനുള്ള വിഭവങ്ങൾ ഒന്നും സമാഹരിക്കാതെ ഖബറിലേക്ക് പ്രവേശിച്ചാൽ ഫഇന്നമാ റകബൽ ബഹറ ബിലാ സഫീന, കപ്പലില്ലാതെ ബോട്ടില്ലാതെ ഒരു തോണി പോലുമില്ലാതെ കടലിലേക്ക് ഇറങ്ങിയവനെ പോലെയാണ്. ഒരു കർഷകൻ സന്തോഷിക്കുന്നത് കൃഷി ചെയ്ത് അതിന്റെ ഫലം കൊയ്തെടുക്കുമ്പോഴാണ്. അല്ലാഹു